നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് വിശദമായി. OTP SMS വഴിയുള്ള ഓൺലൈൻ കാർഡ് ഇടപാടുകൾ നിർത്തലാക്കി UAE സെൻട്രൽ ബാങ്ക്. നാളെ മുതൽ ബാങ്ക് ആപ്ലിക്കേഷനുകളിലൂടെ മാത്രമാകും ഇത്തരം ഇടപാടുകൾ നടത്താൻ കഴിയുക. സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കാനും തട്ടിപ്പ് തടയാനും ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനം. SMS-ലൂടെ ലഭിക്കുന്ന OTP കൊണ്ട് ഇനി മുതൽ ഓൺലൈൻ കാർഡ് ഇടപാടുകൾ നടത്താനാകില്ല. ഇതിനു പകരമായി ബാങ്കിന്റെ ആപ്ലിക്കേഷൻ വഴിയോ വെബ്സൈറ്റ് വഴിയോ ഇടപാടുകൾ നടത്താം. ഡിജിറ്റൽ ഇടപാടുകളുടെ സുരക്ഷയ്ക്കായി OTP മൊബൈലിലേക്ക് SMS ആയി അയക്കുകയായിരുന്നു വർഷങ്ങളായുള്ള രീതി. എന്നാൽ OTP ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചതോടെയാണ് ഈ പതിവിന് മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. സിം സ്വാപ്പിംഗ് തുടങ്ങിയ തട്ടിപ്പുകൾ തടയാൻ ഈ മാറ്റം സഹായകരമാകും. ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫേസ് ID ഉപയോഗിച്ച് കൂടുതൽ സുരക്ഷിതമായി പണമിടപാടുകൾ നടത്താം. 2025 മുതൽ ഘട്ടം ഘട്ടമായി ഈ മാറ്റം നടപ്പിലാക്കിയിരുന്നു. നിലവിലുള്ള ബാങ്കിംഗ് ആപ്പുകൾ ഉപഭോക്താക്കൾ അപ്ഡേറ്റ് ചെയ്യണം. OTP SMS ഉപയോഗിച്ച് തന്നെ ഇടപാടുകൾ നടത്തേണ്ടവർക്ക് പ്രത്യേകമായി ബാങ്കിൽ അപേക്ഷ നൽകാം. എന്നാൽ ഈ ഇടപാടുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അക്കൗണ്ട് ഉടമയ്ക്കായിരിക്കും. തട്ടിപ്പുകളിൽ പരാതി അറിയിക്കാനും നിയന്ത്രണമുണ്ടാകും. 24 ദുബായ്. നൈജീരിയയിലെ വടക്കിഴക്കൻ സംസ്ഥാനമായ യോബയിൽ യാത്രക്കാരുമായി പോയ ബോട്ട് മറിഞ്ഞ് 29 പേർ മരിച്ചു. 8 പേരെ കാണാതായി. നൈജീരിയയിലെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനമായ ജിഗാവയിലെ അഡിയാനി ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ട് യോബെ സ്റ്റേറ്റിലെ ഗാർബിയിലേക്കുള്ള യാത്രാമധ്യയാണ് അപകടം സംഭവിക്കുന്നത്. 52 യാത്രക്കാരുണ്ടായിരുന്ന ബോട്ടിലെ 29 പേർ മരണമടഞ്ഞതായി സ്റ്റേറ്റ് എമർജൻസി മാനേജ്മെന്റ് ഏജൻസി മേധാവി മുഹമ്മദ് ഗോജെ പറഞ്ഞു. 12 യാത്രക്കാരെ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായും 3 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും കാണാതായ 8 പേർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അയൽ പട്ടണങ്ങളിലുള്ള സുരക്ഷാ ഏജൻസികളും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബോട്ടിലെ ചോർച്ച മൂലമാണ് അപകടം സംഭവിച്ചതെന്ന് പോലീസ് വക്താവ് ലാവനാഥം പറഞ്ഞു. മാർക്കറ്റ് ദിവസമായിരുന്നതിനാൽ കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവരായിരുന്നു അപകടത്തിൽപ്പെട്ടതെന്നും രാത്രി യാത്രയും അമിതഭാരവും നിരോധിക്കുന്ന സുരക്ഷാ നിയമങ്ങൾ ബോട്ടുടമകൾ അവഗണിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. നൈജീരിയയിൽ ബോട്ടപകടങ്ങൾ പതിവാവുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ നൈജർ സ്റ്റേറ്റിൽ നടന്ന ബോട്ടപകടത്തിൽ 60 പേർ മരണമടഞ്ഞിരുന്നു. ബ്ലസൻ ചെറുവക്കൽ, 24 നൈജീരിയ. കുവൈറ്റിൽ നിന്ന് കഴിഞ്ഞ വർഷം 39,487 പ്രവാസികളെ നാടുകടത്തി. കടത്തിയവരിൽ കൂടുതലും ലഹരി ഉപയോഗിച്ചവരും വിപണനം നടത്തിയവരുമാണ്. നിയമലംഘകർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് കുവൈറ്റ് ഭരണകൂടം അറിയിച്ചു. കഴിഞ്ഞ വർഷം കുവൈറ്റിൽ നിന്ന് 39,487 പ്രവാസികളെ നാടുകടത്തി. സുരക്ഷാ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങളാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. മയക്കുമരുന്ന് ഉപയോഗം, സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ വിപണനം, രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനം, പൊതുതാൽപര്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഭൂരിഭാഗം പേരെയും നാടുകടത്തിയത്. രാജ്യത്ത് സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനായി പൊതുക്രമത്തിന് ഭീഷണിയാകുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുന്നതിനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശനമായ നയത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. നാടുകടത്തപ്പെട്ടവരിൽ ചിലർ തങ്ങളുടെ കുടുംബത്തോടൊപ്പമാണ് കുവൈറ്റിൽ താമസിച്ചിരുന്നത്. നാടുകടത്തപ്പെട്ട വ്യക്തിയുടെ സ്പോൺസർഷിപ്പിലായിരുന്നു കുടുംബാംഗങ്ങളുടെ താമസമെങ്കിൽ സ്പോൺസർ പുറത്താകുന്നതോടെ കുടുംബാംഗങ്ങൾക്കും രാജ്യം വിടേണ്ടി വന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഓരോ കുടുംബത്തിന്റെയും വിസ സ്റ്റാറ്റസ് പരിശോധിച്ചാണ് ഇത്തരം സന്ദർഭങ്ങളിൽ തീരുമാനമെടുത്തത്. നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് നാടുകടത്തൽ ഉത്തരവുകൾ നടപ്പിലാക്കിയത്. രാജ്യത്തെ വിവിധ സുരക്ഷാ വകുപ്പുകൾ ഏകോപിപ്പിച്ച് നടത്തിയ പരിശോധനകളിലൂടെയാണ് നിയമലംഘകരെ കണ്ടെത്തിയത്. ഇത്തരത്തിലുള്ള സുരക്ഷാ ക്യാമ്പയിനുകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും താമസ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജലിൻ ട്രിപ്രയാർ, 24 കുവൈറ്റ്. ഖത്തറിൽ റോഡ് നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ വീണ യുവാവ് മരിച്ചു. തളിക്കുളങ്ങര അമ്പലത്തിന് വടക്ക് അയ്യങ്കുളത്ത് താമസിക്കുന്ന കല്ലിപ്പറമ്പിൽ റഹ്മത്തലിയുടെ മകൻ മുഹമ്മദ് അമീനാണ് മരിച്ചത്. കളിക്കാൻ പോയ യുവാവിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഖത്തറിൽ കുടുംബത്തോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. ഖബറടക്കം പിന്നീട്. അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിൽ മരണം 5. ചികിത്സയിലായിരുന്ന 8 വയസ്സുകാരൻ അസാം ബിൻ അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. വടകര സ്വദേശിയായ അസമിന്റെ 3 സഹോദരങ്ങളും ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ബുഷറയും ഇന്നലെ മരിച്ചിരുന്നു. അബുദാബിയിൽ വാഹനാപകടത്തിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ അതീവ ദുഃഖകരമായ ഒരു വിവരമാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 8 വയസ്സുകാരൻ അസാം ബിൻ അബ്ദുൽ ലത്തീഫ് മരിച്ചു. ഇതോടെ കൂട്ടത്തിൽ 4 കുട്ടികളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അപകടത്തിൽ ആകെ മരണം 5 ആയിട്ടുണ്ട്.
ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് അബുദാബിയിൽ ഇത്തരത്തിലൊരു അപകടമുണ്ടായിരുന്നത്. ദുബായിൽ വ്യാപാരം നടത്തുന്ന അബ്ദുൽ ലത്തീഫും കുടുംബവുമാണ് ഒരു വാഹനത്തിൽ സഞ്ചരിച്ചത്. അവരുടെ വീട്ടിലെ ജോലിക്കാരും ഈ വാഹനത്തിലുണ്ടായിരുന്നു. അബ്ദുൽ ലത്തീഫ്, ഒപ്പം തന്നെ ഭാര്യ റുക്സാന, ഇവരുടെ 4 മക്കൾ, ഈ ജോലിക്കാരി ഉൾപ്പെടെ 7 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇവരിൽ 5 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അതായത് 14 വയസ്സുകാരൻ അഷസ്, ഒപ്പം തന്നെ 12 വയസ്സുകാരൻ അമ്മാർ, 5 വയസ്സുകാരൻ ആയാഷ് എന്നിവർ ഇന്നലെ മരിച്ചിരുന്നു. അതിനോടൊപ്പം ഇപ്പോൾ 8 വയസ്സുകാരൻ അസം ബിൻ അബ്ദുൽ ലത്തീഫ് മരിച്ചിരിക്കുന്നു. ഈ വീട്ടിലെ ജോലിക്കാരി കൂടി ഇന്നലെ ഈ ഒരു അപകടത്തിൽ മരിച്ചിരുന്നു. ബുഷ്ര, മലപ്പുറം സ്വദേശിയായ ബുഷ്രയാണ്. ഇവർ ലിവ ഫെസ്റ്റിവൽ കണ്ട് മടങ്ങി വരുമ്പോഴാണ് ഈ ഷഹാമയ്ക്ക് സമീപം വെച്ച് അപകടമുണ്ടായത്. എന്തായാലും ഈ ബുഷ്രയുടെ മൃതദേഹം ഇന്ന് വീട്ടിലേക്ക് അല്പസമയം മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട്. ശേഷം ഈ 4 കുട്ടികളുടെയും മൃതദേഹം നാളെയാകും ഖബറടക്കുക. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ആലസ്യത്തിന് ശേഷം ഓസ്ട്രേലിയയിലെ രാഷ്ട്രീയ രംഗം വീണ്ടും ചൂടുപിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ ചർച്ചകളിൽ കുടിയേറ്റത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾക്ക് വാർത്താ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും ലിജ ചാക്കോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓസ്ട്രേലിയയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ലിബറൽ പാർട്ടി കുടിയേറ്റ നിരക്ക് കുറയ്ക്കണമെന്ന ക്യാമ്പയിൻ പൂർവാധികം ശക്തമാക്കുന്നു. അതിനിടയിൽ പാർട്ടിയിലെ പല പ്രമുഖ നേതാക്കളും സ്വന്തം നിലയ്ക്ക് ഈ വാദത്തിന് പരമാവധി പ്രചാരണം നൽകുന്നുണ്ട്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്നുള്ള എംപിയായ ആൻഡ്രൂ ഹേസ്റ്റി $260,000 ഈ ക്യാമ്പയിന് വേണ്ടി സ്വരൂപിച്ചിട്ടുണ്ട്. അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തമായ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുക, രാജ്യത്തേക്കുള്ള കുടിയേറ്റ നിരക്ക് കുറയ്ക്കുക എന്നീ 2 പ്രധാന ആവശ്യങ്ങളിൽ ഊന്നിയാണ് പ്രചരണം നടക്കുന്നത്. പ്രതിപക്ഷ സഖ്യം തങ്ങളുടെ നവീകരിച്ച വിദേശ കുടിയേറ്റ നയം ക്രിസ്മസിന് മുൻപ് പ്രസിദ്ധീകരിക്കാനിരുന്നതാണ്. എന്നാൽ ബോണ്ടായി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. രാജ്യത്തേക്കുള്ള വിസ ആപ്ലിക്കേഷൻ സ്ക്രീനിംഗ് മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനവും സൂക്ഷ്മവും ആക്കുക, വിസ ക്യാൻസൽ ചെയ്യാൻ ഗവൺമെന്റിന് കൂടുതൽ അധികാരം നൽകുക എന്നീ ആവശ്യങ്ങൾ പ്രതിപക്ഷ സഖ്യത്തിന്റെ കുടിയേറ്റ നയത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. മറ്റൊരു രാജ്യത്തു നിന്ന് പൗരത്വമുള്ള ആളുകൾ ഓസ്ട്രേലിയയിൽ പൗരത്വം നേടിയതിനു ശേഷം വംശീയ വിദേശത്തിന് ഉൾപ്പെട്ടാൽ ഉടൻ തന്നെ ഓസ്ട്രേലിയൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റിന് നൽകണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. എന്നാൽ കുടിയേറ്റം പോലെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ പക്വമായ ചർച്ച വേണമെന്ന നിലപാടിലാണ് ഭരണകക്ഷിയിലെ മന്ത്രിയായ റെബേക്ക വൈറ്റ്. ഇപ്പോൾ നടക്കുന്ന സോഷ്യൽ മീഡിയയിലെ കുടിയേറ്റ വിരുദ്ധ പ്രചാരണം പ്രതിപക്ഷ കക്ഷികൾക്കുള്ളിൽ നേതൃത്വ സ്ഥാനത്തിനു വേണ്ടിയുള്ള വടംവലിയുടെ ഭാഗമാണെന്നുള്ള ആരോപണവും മന്ത്രി ഉന്നയിച്ചു. എന്തായാലും കുടിയേറ്റത്തെ സംബന്ധിച്ച് ചൂടേറിയ രാഷ്ട്രീയ പ്രതിവാദങ്ങൾക്ക് 2024 സാക്ഷ്യം വഹിക്കുമെന്നതിൽ തർക്കമില്ല. ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും പഠനത്തിനും ജോലിക്കുമായി ഓസ്ട്രേലിയയ്ക്ക് വിമാനം കയറാൻ കാത്തിരിക്കുന്നവരുടെ സ്വപ്നങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ആശങ്കകളുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ലിജ ചാക്കോ. ഖത്തറിലെ വിവിധ ചില്ലറ വിൽപ്പന സ്ഥാപനങ്ങളിൽ നിന്നായി നികുതി നിയമം ലംഘിച്ച 5000-ലധികം പുകയില ഉൽപ്പന്ന പാക്കറ്റുകൾ ജനറൽ ടാക്സ് അതോറിറ്റി പിടികൂടി. അംഗീകൃത നികുതി സ്റ്റാമ്പുകൾ ഇല്ലാത്തതും നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമായ പുകയില ഉൽപ്പന്നങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത് എന്ന് അതോറിറ്റി അറിയിച്ചു. ഗൾഫ് ടുഡേയിലേക്ക് തിരികെ. അമേരിക്ക റാഞ്ചിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ കോടതിയിൽ ഹാജരാക്കി. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് നിക്കോളാസ് മദുറോ. മാർച്ച് 17 വീണ്ടും ഹാജരാക്കാൻ ഉത്തരവ്. മാൻഹട്ടൻ ഫെഡറൽ കോടതിയിലാണ് മദുറോയെ ഹാജരാക്കിയത്. താൻ ഇപ്പോഴും വെനസ്വേലൻ പ്രസിഡന്റാണെന്ന് മഡൂറോ പറഞ്ഞു. അതിനിടെ കൂടുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. വെനസ്വേലയിലെ അട്ടിമറിയിലും റാഞ്ചലിലും ഒന്നും അവസാനിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയ്ക്ക് ഭീഷണിയായ പ്രശ്നക്കാരായ അയൽക്കാർ എന്ന് വിശേഷിപ്പിച്ചാണ് ട്രംപിന്റെ ഭീഷണി. വെനസ്വേലയിലെ അമേരിക്കൻ അട്ടിമറിയെ 3 രാജ്യങ്ങളും ശക്തമായി അപലപിച്ചിരുന്നു. കൊളംബിയയെ നയിക്കുന്നത് കൊക്കൈൻ നിർമ്മാണം ഇഷ്ടപ്പെടുന്ന രോഗിയായ ഒരാളാണെന്നും അയാൾ അത് അധികനാൾ ചെയ്യില്ലെന്നുമാണ് പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്കെതിരെയുള്ള ട്രംപിന്റെ ഭീഷണി. ക്യൂബ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണെന്നും ക്യൂബൻ ജനതയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ്. മെക്സിക്കോ ഭരിക്കുന്നത് ലഹരി മാഫിയയാണെന്നും പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോമിന് നിയന്ത്രണമില്ലെന്നുമാണ് ട്രംപിന്റെ വാദം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അടിമകളായി കാണുന്ന സമീപനത്തിനെതിരെ ഒന്നിക്കണമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആഹ്വാനം ചെയ്തു. അമേരിക്കയെ ധിക്കരിക്കുന്നത് തുടർന്നാൽ നിക്കോളാസ് മദുറോയുടെ ഗതി വരുമെന്നാണ് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് ട്രംപിന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ സൈനിക നടപടിയിൽ വെനസ്വേലയിൽ 32 ക്യൂബൻ പൗരന്മാർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ക്യൂബയിൽ 2 ദിവസത്തെ ദുഃഖാചരണത്തിന് ആഹ്വാനമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അവധിക്കാലം അവസാനിച്ചതോടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കനത്ത തിരക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3,20,000-ലധികം യാത്രക്കാരാണ് വിമാനത്താവളത്തിലെത്തിയത്. ചരിത്രത്തിലെ വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്.
3,24,000 പേരാണ് ശനിയാഴ്ച ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. ഇന്നലെ യാത്ര ചെയ്തതാകട്ടെ 3,22,000-ലധികം പേരും. പുതുവത്സരാഘോഷത്തിനായി എത്തിയവർ മടങ്ങുന്നതും വിവിധ രാജ്യങ്ങളിലേക്ക് പോയവർ തിരികെ എത്തുന്നതുമാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. അടുത്ത 5 ദിവസത്തിൽ 2 ലക്ഷത്തിലധികം പേർ ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുമെന്നാണ് കരുതുന്നത്. തിരക്ക് മൂലം യാത്രക്കാർ കുടുങ്ങാതിരിക്കാൻ എയർപോർട്ട് അതോറിറ്റി വിവിധ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. യാത്രയ്ക്ക് 4 മണിക്കൂർ മുൻപ് എയർപോർട്ടിലെത്തിയാൽ തിരക്കൊഴിവാക്കാം. എമിറേറ്റ് സിറ്റി ചെക്ക്-ഇൻ, ഹോം ചെക്ക്-ഇൻ സൗകര്യങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. തിരക്ക് കൂടിയാലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. 24 ദുബായ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള മാഞ്ചസ്റ്റർ സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. ബോൾട്ടൺ തോളേങ് സലേഷ്യൻ കോളേജ് ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഇടവക വികാരി റവറന്റ് ഫാദർ ബിനു തോമസ് നിർവഹിച്ചു. തുടർന്ന് മുതിർന്നവരുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ നടന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച വിവിധ കലാപരിപാടികൾ രാത്രി 8 മണിയോടെയാണ് അവസാനിച്ചത്. ചർച്ച് ട്രസ്റ്റി എബ്രഹാം ജോസഫ്, എലിസബത്ത് ഡാനിയൽ, ബിനോയ് മാത്യു എന്നിവർ സംസാരിച്ചു. ഒമാനിലെ ഓപ്പൺ വാട്സാപ്പ് കൂട്ടായ്മയായ ഒമാൻ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷവും കേക്ക് മേക്കിംഗ് മത്സരവും സംഘടിപ്പിച്ചു. അൽ ഗുബൈറിൽ വെച്ചായിരുന്നു ആഘോഷം. 100 കണക്കിന് പ്രവാസികൾ ആഘോഷത്തിന്റെ ഭാഗമായി. അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. കൂട്ടായ്മയുടെ പ്രസിഡന്റ് പിജി തോമസ് വൈദ്യന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടികൾ രക്ഷാധികാരി രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ജെസ്സി ജോസ് ക്രിസ്മസ് സന്ദേശം നൽകി. നോട്ടിംഗ്ഹാമിലെ മലയാളി കൂട്ടായ്മയായ NMCAയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ നടന്നു. NMCAയുടെ വൈസ് പ്രസിഡന്റ് മാത്യു ബാബുവും സെക്രട്ടറി ജയകുമാർ നായരും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ബിൽഫ്രഡ് അധ്യക്ഷത വഹിച്ചു. നോട്ടിംഗ്ഹാമിലെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച സംഗീത നൃത്തങ്ങളും DJ നൈറ്റും ആഘോഷത്തിന് കൊഴുപ്പുകൂട്ടി. IPL മത്സരങ്ങളുടെ സംപ്രേഷണം വിലക്കി ബംഗ്ലാദേശ് സർക്കാർ. ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ IPLൽ നിന്ന് രാഷ്ട്രീയ കാരണങ്ങളാൽ ഒഴിവാക്കി എന്നാരോപിച്ചാണ് നടപടി. അതേസമയം ലോകകപ്പിലെ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം BCCI തള്ളി. BJPയുടെയും ഹിന്ദു സംഘടനകളുടെയും പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി BCCI മുസ്തഫിസുർ റഹ്മാനെ IPLൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെയാണ് 2020 ലോകകപ്പിൽ ഇന്ത്യയിൽ കളിക്കാനല്ലെന്ന കടുത്ത നിലപാടിലേക്ക് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് എത്തിയത്. താരങ്ങളുടെയും പരിശീലകരുടെയും ആരാധകരുടെയും സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നും ICCയോട് ആവശ്യപ്പെട്ടു. എന്നാൽ BCB ആവശ്യത്തോട് ജയ്ഷ അധ്യക്ഷനായ ICCക്ക് അനുകൂല നിലപാടല്ലെന്നാണ് റിപ്പോർട്ടുകൾ. ലോകകപ്പിന് 1 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഘട്ടത്തിൽ ഷെഡ്യൂൾ തിരുത്തുക എളുപ്പമല്ല. ഇംഗ്ലണ്ടും ഇറ്റലിയുമെല്ലാം ഉൾപ്പെടുന്ന C ഗ്രൂപ്പിലാണ് ബംഗ്ലാദേശ്. മത്സരക്രമം തിരുത്തിയാൽ അവരെയും ബാധിക്കും. അവസാന നിമിഷത്തിൽ യാത്രാ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തുന്നത് കാര്യങ്ങൾ സങ്കീർണമാക്കുമെന്നും ICC വ്യക്തമാക്കുന്നു. BCCയെയും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെയും വിളിച്ചു വരുത്തി 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കാനാണ് ICCയുടെ ശ്രമം. ആവശ്യമെങ്കിൽ സർക്കാരുകളെയും ഇടപെടുത്തും. അതേസമയം വേദി മാറ്റാനാവില്ലെന്ന നിലപാടിലാണ് BCCI. പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നും ബംഗ്ലാദേശ് ടീമിന് കനത്ത സുരക്ഷ ഒരുക്കുമെന്നും BCCI ICCയെ അറിയിക്കും. സ്പോർട്സ് ഡെസ്ക് 24. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യമില്ല. പ്രഥമദൃഷ്ട്യാ പ്രതികൾക്കെതിരായ കുറ്റം തെളിഞ്ഞെന്ന് സുപ്രീം കോടതി. കർശന ഉപാധികളോടെ കേസിലെ മറ്റ് 5 പ്രതികൾക്ക് ജാമ്യം നൽകി. 5 പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഇല്ലാതാക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും പങ്ക് തെളിയിക്കുന്ന മതിയായ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ട്. പ്രഥമദൃഷ്ട്യാ പ്രതികൾക്കെതിരെയുള്ള കുറ്റം നിലനിൽക്കുമെന്നും പ്രസ്താവിച്ചാണ് സുപ്രീം കോടതി ഇരുവരുടെയും ജാമ്യം നിഷേധിച്ചത്. കലാപം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഒന്നാണെന്നും കോടതി നിരീക്ഷിച്ചു. UAPA നിയമപ്രകാരമുള്ള ജാമ്യ വ്യവസ്ഥകൾ മറികടക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലെന്നും കോടതി വിധിയിലുണ്ട്. കേസിലെ മറ്റ് 5 പ്രതികളായ ഗൾഫിഷ ഫാത്തിമ, മീര ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി കർശന ഉപാധികളാണ് ഏർപ്പെടുത്തിയത്. മുൻകൂർ അനുമതിയില്ലാതെ ഡൽഹി വിട്ട് പോകാൻ പാടില്ല. 2 ആൾജാമ്യവും 2 ലക്ഷം രൂപ വീതം ജാമ്യത്തുകയായി കെട്ടിവെക്കണം. വിചാരണ തീരും വരെ പരിപാടികളിലോ കൂട്ടായ്മകളിലോ പങ്കെടുക്കരുത് തുടങ്ങിയവയാണ് ഉപാധികൾ.
വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. ആർ അച്യുതൻ, 24, ഡൽഹി. ഖത്തർ റിസാല സ്റ്റഡീസ് സർക്കിൾ കലാലയം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 15ാമത് എഡിഷൻ പ്രവാസി സാഹിത്യോത്സവം സമാപിച്ചു. വേരിറങ്ങിയ വിത്തുകൾ എന്ന പ്രമേയത്തിൽ ഖത്തറിലെ 6 സോണുകളിലായാണ് പരിപാടി നടന്നത്. ദോഹ, ഹിലാൽ, റയാൻ, ഐൻ ഖാലിദ്, ഗറാഫ, അൽക്കോർ സോണുകളിലായി 75-ൽ പരം മത്സരങ്ങളിൽ 11 സെക്ടറുകളിൽ നിന്നുള്ള ജേതാക്കളാണ് ഫൈനലിൽ മാറ്റുരച്ചത്. കലാലയം സാംസ്കാരിക വേദി ജിദ്ദ നോർത്ത് സോൺ പ്രവാസി സാഹിത്യോത്സവം സമാപിച്ചു. 5 സെക്ടറുകൾ തമ്മിൽ മാറ്റുരച്ച സാഹിത്യോത്സവത്തിൽ 84 ഇനങ്ങളിലായി 500ഓളം പ്രതിഭകൾ പങ്കെടുത്തു. 11 വേദികളിലായി നടന്ന മത്സരങ്ങളിൽ 149 പോയിന്റുകൾ കരസ്ഥമാക്കി അനാഖിഷ് സെക്ടർ 1ാം സ്ഥാനവും ഹിറാസ് സെക്ടർ 2ാം സ്ഥാനവും സാമിർ സെക്ടർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കലാപ്രതിഭയായി ഷാഫിയെയും സർഗപ്രതിഭയായി ഇഖ്സാൻ അഹമ്മദ് നവാസിനെയും തെരഞ്ഞെടുത്തു. വനിതാ വിഭാഗത്തിൽ മുഫീദ ജിബിനാണ് സർഗപ്രതിഭ. ക്യാമ്പസ് വിഭാഗത്തിൽ അഖ്താബ് സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കലാലയം സാംസ്കാരിക വേദി മസ്കറ്റ് 15ാമത് പ്രവാസി സാഹിത്യോത്സവിൽ ഡാർസൈഡ് സെക്ടർ ജേതാക്കളായി. മദ്രാസ് സെക്ടർ 2ാം സ്ഥാനവും റൂബി സെക്ടർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് ICF ഒമാൻ നാഷണൽ വെൽഫെയർ സെക്രട്ടറി റഫീഖ് ധർമ്മടം ട്രോഫി സമ്മാനിച്ചു. വിവിധ വിഭാഗങ്ങളായി നടന്ന വ്യത്യസ്ത മത്സരങ്ങളിൽ കുട്ടികളും യുവാക്കളും ഉൾപ്പെടെയുള്ളവരുടെ സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിച്ച അശരണർക്ക് 1000 വീടെന്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. അർഹരായവർക്ക് ഇപ്പോൾ മുതൽ അപേക്ഷിച്ചു തുടങ്ങാം. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് 1000 പേർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നത്. ലോകമെമ്പാടുമുള്ള സുമനസ്സുകളുടെ സഹായത്തോടെയാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിച്ച അശരണർക്ക് 1000 വീടെന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സ്പോൺസർമാർ പദ്ധതിയിൽ പങ്കാളികളാകും. വീട് നിർമ്മാണത്തിന് അനുയോജ്യമായ 4 സെന്റോ അതിൽ താഴെയോ സ്ഥലമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർക്ക് മറ്റ് വസ്തുവോ സ്ഥലമോ സ്വന്തം പേരിൽ ഉണ്ടാകാനും പാടില്ല. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കരുത്. അപേക്ഷകന്റെ മക്കൾക്ക് വരുമാന മാർഗം ഉണ്ടാകരുത്. MGM ഗ്രൂപ്പാണ് പദ്ധതിയിലേക്ക് ആദ്യ സംഭാവന നൽകിയത്. കൊട്ടാരക്കര MGM സ്കൂളിൽ നടന്ന മസ്കറ്റ് സംഗമത്തിലായിരുന്നു പ്രഖ്യാപനം. MGM ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ 1 കോടി രൂപയാണ് സംഭാവന ചെയ്തത്. മസ്കറ്റിൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ കൊടുക്കലും ഒക്കെ ഈ സമയത്ത് സാധാരണ ചെയ്യാറുണ്ട്. കോടിക്കണക്കിന് മലയാളികൾ കൈകോർക്കുന്ന 24ന്റെ മില്യൺ മലയാളി ക്ലബ്ബും പദ്ധതിയുടെ ഭാഗമാകും. ആവശ്യമായ രേഖകൾ ഉൾപ്പെടെ ഉടൻ അപേക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് 24. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കാണിച്ചുള്ള പ്രചാരണം UDFന് ബൂമറാങ് ആകുമെന്ന് മന്ത്രി MP രാജേഷ്. LDFും UDFും ചേർന്ന് ശബരിമല കൊള്ളയടിച്ചെന്ന് BJP നേതാവ് PS ശ്രീധരൻപിള്ള. കേരളത്തിൽ UDF അനുകൂല ട്രെൻഡെന്ന് മുസ്ലിം നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സ്പെഷ്യൽ എൻകൗണ്ടർ ആരംഭിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളം നിറഞ്ഞോ എന്നായിരുന്നു 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിന്റെ വിഷയം. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന LDFന് 3ാം ഊഴം ഉറപ്പെന്ന് മന്ത്രി MP രാജേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF ഇപ്പോൾ പാരഡി ഗാനം പാടാത്തത് കോൺഗ്രസിന്റെ പങ്ക് വ്യക്തമാകുന്നതുകൊണ്ടാണെന്നും MP രാജേഷ്. ഇപ്പോ കോൺഗ്രസിന്റെ പങ്ക് കൂടുതൽ വ്യക്തമായിട്ട് വരികയാണ്. ഇനി ആരിലേക്കെല്ലാം എത്തുമെന്ന നിലയിൽ ഉള്ള ആധിയാണ് കോൺഗ്രസിനെയും UDFനെയും ഒക്കെ നയിക്കുന്നത്. സ്വർണ്ണപ്പാളി എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDFനെയും തിരിഞ്ഞു കുത്താൻ പോകുന്ന ബൂമറാങ്ങാണ്. ഞങ്ങളതിനെ കാത്തിരിക്കുന്നു. നിങ്ങൾ ചർച്ച ചെയ്യൂ, നമുക്ക് കാണാം. നരേന്ദ്രമോദി നയിക്കുന്ന യാത്രാ സംഘത്തോടൊപ്പം എത്തിച്ചേരാൻ കേരളം തയ്യാറായി കഴിഞ്ഞെന്ന് BJP നേതാവും മുൻ ഗവർണറുമായ PS ശ്രീധരൻപിള്ള. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ദേവാലയത്തെ നശിപ്പിക്കാനാണ് കേരള സർക്കാർ ശ്രമിച്ചത്. ശബരിമലയെ കൊള്ളയടിക്കുന്നതിൽ LDFും UDFും ഒരുപോലെ കുറ്റക്കാരെന്നും PS ശ്രീധരൻപിള്ള. ശബരിമല എന്നും കൊള്ളയടിക്കുന്നതിൽ ഈ രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കാര്യത്തിൽ സമർപ്പിതമായ സമീപനമുള്ളവർ, ആ സമർപ്പിത ജീവിതമുള്ളവർ, അതുകൊണ്ട് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്യൂ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
LDFും BJPയും തമ്മിൽ അന്തർധാരയുണ്ടെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ആരോപണം. കേരളത്തിൽ UDFിന് അനുകൂലമായ ട്രെൻഡുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല തകർന്നടിഞ്ഞെന്നും ഈ BJPയും CPMഉം തമ്മിലുള്ള ഈ ഒരു ഇന്നറായിട്ടുള്ള ഒരു അന്തർധാരയുണ്ടോ എന്ന് കേരളം സംശയിക്കുന്നിടത്തേക്ക് കേരളം മാറുകയാണ്. പുറത്ത് ഇതുപോലെയുള്ള ചർച്ചകളിലൊക്കെ അവരത് പറയും. പക്ഷെ അവിടേക്കാണ് കേരളം പോകുന്നത്. ഏറ്റവും വലിയൊരു നേട്ടം ഞങ്ങൾ കാണുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആ വിജയം ഞങ്ങൾ വലിയ പ്രതീക്ഷയായി കാണുകയാണ്. തുടക്കത്തിൽ സ്പെഷ്യൽ എൻകൗണ്ടറിനെ 3 നേതാക്കളും അഭിനന്ദിച്ചു. ശ്രീ SKN, ഞാൻ അങ്ങേ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ടെലിവിഷൻ ചർച്ചകളെല്ലാം പോർവിളിയുടെ ഇടങ്ങളായിട്ട് മാറുമ്പോൾ വസ്തുതകൾ അറിയാനും ജനങ്ങളെ അറിയിക്കാനും ഉതകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഷോ ആരംഭിച്ചത് നമ്മുടെ ടെലിവിഷൻ സംവാദത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് എൻ്റെ പ്രിയ സുഹൃത്തായ താങ്കൾ ഇറങ്ങിപ്പുറപ്പെട്ട് നന്നായി. ഞാൻ താങ്കളെ ഹാർദമായി അനുമോദിക്കുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെയുള്ളൊരു മാധ്യമ ചർച്ചയ്ക്ക് വഴിയൊരുക്കി അങ്ങേ അഭിനന്ദിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ അന്വേഷണം തൃപ്തികരമെന്ന് ഹൈക്കോടതി. മാധ്യമങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് SIT കോടതിയിൽ. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ സംഘത്തിൽ ഉൾപ്പെടുത്തുന്നതിന് തടസ്സമില്ല എന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. സ്വർണ്ണക്കള്ളക്കേസിൽ ഇതുവരെ 181 പേരുടെ മൊഴി രേഖപ്പെടുത്തി. അന്വേഷണം എല്ലാ ദിശകളും പരിശോധിച്ച് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് കോടതി പറഞ്ഞു. അന്വേഷണ സംഘത്തിനുമേൽ മാധ്യമങ്ങൾ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് SIT കോടതിയിൽ പറഞ്ഞു. വിഷയത്തിൽ ഹൈക്കോടതി ആശങ്ക രേഖപ്പെടുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കുപ്രചാരണങ്ങൾ നടത്തുന്നത് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കും. ഗൗരവതരമായ ഈ അന്വേഷണം മാധ്യമ വിചാരണയുടെ നിഴലിലല്ല നടക്കേണ്ടതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. സത്യസന്ധതയുള്ള ഉദ്യോഗസ്ഥരെ SIT സംഘത്തലവന് ഉൾപ്പെടുത്താം. പക്ഷേ അക്കാര്യം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തണം. ചെന്നൈ അടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ നിർണായക തെളിവുകൾ കണ്ടെത്തിയ കാര്യവും SIT കോടതിയെ അറിയിച്ചു. അന്വേഷണത്തിന് 6 ആഴ്ച കൂടി സമയം നീട്ടി നൽകിയ കോടതി കേസ് അടുത്ത മാസം 19-ന് വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ഗൾഫ് ടുഡേ പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.